നമസ്കാരം. ഹൈന്ദവ ആചാരങ്ങളിൽ മൗനി അമാവാസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മാഘമാസത്തിലെ അമാവാസിയാണ് മൗനി അമാവാസി എന്നറിയപ്പെടുന്നത്. ആത്മശുദ്ധീകരണം തേടുന്ന ദശലക്ഷക്കണക്കിന് ഭക്തർ മൗനി അമാവാസിക്ക് വിവിധ വ്രതങ്ങൾ എടുക്കുന്നവരാകുന്നു. ഈ വർഷം പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുകയാണ്. ഓരോ കുംഭമേളയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്നാന ദിവസവും മൗന അമാവാസിയാണ്. ഈ ദിനത്തിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്തെ പുണ്യതീർത്ഥത്തിൽ അമൃതിന്റെ സാന്നിധ്യമുണ്ടാകും എന്നാണ് വിശ്വാസം. ഇതിനാൽ മൗനി അമാവാസിക്ക് പ്രത്യേകിച്ചും പ്രാധാന്യമുണ്ട്. അതിന്റെ കാരണം അന്ന് പുണ്യതീർത്ഥങ്ങളിലെ ജലം അമൃതായി മാറും എന്നാണ് പറയുക. അതിൽ കുളിക്കുന്നവർക്ക് പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടും എന്നും വിശ്വാസമുണ്ട്. മൗനി എന്ന വാക്ക് മൗന എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വന്നത്. ആത്മീയമായ അച്ചടക്കവും ആന്തരിക സമാധാനവും വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പേർ ഈ ദിവസം മൗനവ്രതം അനുഷ്ഠിക്കുന്നവരാകുന്നു. നിശബ്ദത ഉള്ളിലേക്ക് നോക്കുവാൻ സഹായിക്കുകയും ആത്മീയ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. മൗനി അമാവാസി നാളിൽ തീർത്ഥ സ്നാനങ്ങൾ കൂടാതെ പിതൃപിണ്ഡം സമർപ്പിക്കുന്നത് വിശേഷമാണ്. ഈ ദിവസം പൂർവികരെയും പിതൃക്കളെയും ആദരിക്കുന്നതിലൂടെ പിതൃദോഷം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കും എന്നാണ് വിശ്വാസം. ശരീരശുദ്ധിയോടെ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ ഇരിക്കരുത്. സൂര്യോദയത്തിന് മുൻപ് പുണ്യനദികളിലും തീർത്ഥഘട്ടങ്ങളിലും കുളിക്കുക എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യമാകുന്നു. കുംഭമേള സ്ഥലത്ത് ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും എത്തിച്ചേരുവാൻ കഴിയുന്നതല്ല. എന്നാൽ നമുക്കേവർക്കും വീടിനടുത്തുള്ള നദിയിലോ തടാകത്തിലോ ക്ഷേത്രകുളത്തിലോ സ്നാനം സാധ്യമാണ്. ഗംഗേ ച യമുനേ ച വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലാസ്മിൻ സന്ധിം കുരു എന്ന മന്ത്രം ചൊല്ലി ഗംഗയെയും മറ്റു പുണ്യ നദികളെയും ജലത്തിലേക്ക് ആവാഹിച്ച് വീട്ടിലും സ്നാനം ചെയ്യാവുന്നതാണ്. ഒട്ടും സാധിക്കാത്തവരാണ് എങ്കിൽ ഉപ്പുജലത്തിൽ ശരീരശുദ്ധി ഇന്നേ ദിവസം വരുത്തുക. ഒരിക്കലും വൈകി ഉണരുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്നാണ് പറയുക. സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുക. പകലുറക്കം പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന വാതിൽ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ തുറന്നിടേണ്ടത് അനിവാര്യമാണ്. പ്രധാന വാതിലിന്റെ കട്ടിലിൽ കുലദേവത അതേപോലെ പിതൃക്കളുടെ സ്ഥാനമാണ്. ഇതിനാൽ തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമത്തിലകം ചാർത്തുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാണ്. ദാനം ഇന്നേ ദിവസം ഏറ്റവും വിശേഷമാണ്. മൗനി അമാവാസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചടങ്ങ് ദാനമാണ്. ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതും വസ്ത്രങ്ങൾ, മാവ്, ശർക്കര, പഴങ്ങൾ, പുതപ്പുകൾ തുടങ്ങിയ വസ്തുക്കൾ ദാനം ചെയ്യുന്നതും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അത്രമേൽ വിശേഷമാകുന്നു. ഈ ദിവസം തിലഹോമം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർച്ചയായും ഈ വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം ഒരിക്കലും കാക്കയെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. പൊതുവിൽ കാക്കയെ ഉപദ്രവിക്കുന്നത് വളരെ ദോഷകരമായ ഒരു കാര്യമാകുന്നു. കാക്കയ്ക്ക് ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതും അനിവാര്യമാകുന്നു. ആഹാരം, ജലം എന്നിവ ഇന്നേ ദിവസം നിങ്ങൾ നൽകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. വീടിന്റെ കിഴക്ക് വശത്ത് വാഴയിലയിൽ വൃത്തിയുള്ള പാത്രത്തിൽ നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. വാഴയിലയിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ നൽകണം. ഒരിക്കലും നിരത്ത് വെച്ച് കൊടുക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പക്ഷി മൃഗാദികൾക്ക് ആഹാരം, ജലം ഇന്നേ ദിവസം നൽകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾക്ക് കാരണമായി തീരും.
അത്രമേൽ ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട് നടത്തുന്നതും ഏറ്റവും വിശേഷമാണ്. തീർച്ചയായും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ മീനൂട്ട് നടത്തുന്നത് പിതൃപ്രീതി വർദ്ധിക്കുന്നതിന് ഏറ്റവും വിശേഷമായി തീരും. പിതൃക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുകയാണ് എങ്കിൽ അത് സന്താനങ്ങൾക്കാണ് ഏറ്റവും വിശേഷമായി ഭവിക്കുക. സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. അതിനാൽ തീർച്ചയായും ഈ വഴിപാട് ഇന്നേ ദിവസം ചെയ്യുകയും പിതൃപ്രീതി നിങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. നിറവയർ ആഹാരം ഇന്നേ ദിവസം പാടുള്ളതല്ല. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. ആഹാരം ലഘുവാക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. നിറവയർ ആഹാരം പാടുള്ളതല്ല. മത്സ്യം, മാംസം, ലഹരി എന്നിവ ഇന്നേ ദിവസം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ദിവസമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ദീർഘദൂര യാത്രകൾ പലരും ചെയ്യുന്നവരാണ്. ചിലർക്ക് ഒരു ദിവസം കഴിഞ്ഞു പോയാലും ആ കാര്യങ്ങൾ നടക്കുന്നവരായിരിക്കും. അത്തരത്തിലുള്ളവരാണ് നിങ്ങൾ എങ്കിൽ, അതായത് ഒരു ദിവസം കൂടി കഴിഞ്ഞ് യാത്ര ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെ ബാധിക്കില്ല എങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ ഇന്നേ ദിവസം നഖം, മുടി ഒരിക്കലും വെട്ടാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ തേച്ച് കുളിക്കുന്നവരാണ് എവരും. എന്നാൽ നാളെ എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളതല്ല. അതായത് അമാവാസി നാളിൽ എണ്ണ തേച്ച് കുളിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ എപ്പോഴും പാലിക്കേണ്ടതായ കാര്യം നുണ പറയാൻ പാടില്ല എന്നതാണ്. പലരും പറഞ്ഞു പോകുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം പറയുന്നത് ഇരട്ടി ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് പിതൃപ്രീതി പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ടും അകന്നു പോകുന്നതിന് കാരണമായി തീരാം. അനാവശ്യമായ സംസാരം കഴിവതും ഇന്നേ ദിവസം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മൗനം പാലിക്കുന്നതും ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമാണ്. നിങ്ങൾക്ക് സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് എങ്കിൽ അവിടെ നിന്നും മാറിപ്പോകുന്നതാണ് ഏറ്റവും ശുഭം. ഇന്നേ ദിവസത്തെ തർക്കങ്ങൾ അത് നിങ്ങൾക്ക് കൂടുതൽ നഷ്ടങ്ങൾക്കും കൂടാതെ അവരുമായുള്ള ബന്ധം വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നതിനും കാരണമായി തീരാം. മറ്റൊരു കാര്യം, ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇന്നേ ദിവസം 2 നേരം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. പ്രത്യേകിച്ചും നീല ശംഖുപുഷ്പം നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട് എങ്കിൽ അഥവാ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നു എങ്കിൽ ആ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമാകുന്നു. കൂടാതെ ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് വിശേഷമാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു മന്ത്രം ഞാനിപ്പോൾ പരാമർശിക്കാം. ഈ മന്ത്രം ജപിക്കുമ്പോൾ പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പകൽ സമയത്ത് മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ പാടൂ. അതിരാവിലെ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുക. രാത്രി ഒരു കാരണവശാലും ഈ മന്ത്രം ജപിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ആദ്യഭൂതായ വിദ്മഹേ സർവസേവ്യായ ധീമഹി ശിവശക്തി സ്വരൂപേണ പിതൃദേവ പ്രചോദയാത് എന്നാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം ആദ്യഭൂതായ വിദ്മഹേ സർവസേവ്യായ ധീമഹി ശിവശക്തി സ്വരൂപേണ പിതൃദേവ പ്രചോദയാത് എന്നാകുന്നു. മന്ത്രം അതിരാവിലെ വിളക്ക് തെളിയിക്കുമ്പോൾ ജപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നാളെ ഈ കാര്യങ്ങൾ തീർച്ചയായും ഏവരും വീടുകളിൽ ചെയ്യുക.